ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് മെൻസ് മാനുഫാക്ചറിങ് മെത്തേഡുകളെ കുറിച്ചാണ്. സോ എന്താണ് മാനുഫാക്ചറിങ് മെത്തേഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് പോവാം. സോ മെൻസ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മെൻസ് എന്ന് പറയുന്നത് മൈക്രോ സിസ്റ്റംസ് അല്ലെങ്കിൽ മൈക്രോ ഡിവൈസസ് ആണ്. അപ്പോൾ ഈ മൈക്രോ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മൈക്രോ രീതിയിലാണ് നമ്മൾ അല്ലെങ്കിൽ മൈക്രോ സൈസിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് ആ ഒരു കമ്പോണൻസ് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് മെത്തേഡിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിനായിട്ടുള്ള നമുക്കൊരു നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡിവൈസസും സിസ്റ്റംസും അതിനുള്ള പാർട്സുകളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നോക്കി പോകുന്നുണ്ടാവുക. നമുക്കിപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള ലേത്ത്, അതുപോലെ തന്നെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. മില്ലിങ്, നമുക്ക് പ്ലാനർ, അങ്ങനത്തെ സ്ലോട്ടിങ്, ഷേപ്പിംഗ്, അങ്ങനത്തെ കുറേ മെഷീൻസ് ഉണ്ടല്ലോ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള. ആ മെഷീൻസിനെ ഇപ്പോഴാണ് അത് റിസർച്ചസ് ചെയ്തിട്ട് അതിനെ മൈക്രോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിൻ്റെ റിസർച്ചസ് നടന്നു വരികയും അതിൻ്റെ ഇത് നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അങ്ങനത്തെ മെഷീൻസിൻ്റെ ഇത് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ കുറേ ഇൻഡസ്ട്രീസ് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഫിനിഷിങ് ഓപ്പറേഷൻ്റെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരിക്കലും കംപ്ലീറ്റ് ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും മൈക്രോ മാനുഫാക്ചറിങ് ടെക്നിക്കായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. സോ നമുക്ക് ഏതൊക്കെയാണ് മൈക്രോ മാനുഫാക്ചറിങ് ടെക്നിക്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക് ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടില്ല, പകരം നിങ്ങൾക്ക് നോട്ട് എഴുതാനാണ് ഞാൻ തന്നത്. സോ അതും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. ആ ടോപ്പിക്ക് ഫോട്ടോ ലിത്തോഗ്രാഫി എന്നുള്ളതാണ്. സോ അതും ഈ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമ്മളിത് മെയിനായിട്ട് ഇതിൽ നിന്ന് കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് ആയാലും അതുപോലെ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. സോ മെയിൻലി ചിപ്പാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ആ മാനുഫാക്ചർ ചെയ്യാൻ അതിൻ്റെ ഏതാണോ പ്രൊഫൈൽ, ആ പ്രൊഫൈലിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ എന്താണോ കോട്ടിങ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ റിമൂവ് ചെയ്യേണ്ടത്, മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടത്, ആ രീതിയിൽ റിമൂവ് ചെയ്ത് ആ ഒരു പ്രൊഫൈലിനനുസരിച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ലെയറായിട്ട് നമ്മൾ അതിൽ ലെയർ അഡീഷൻ ചെയ്യുകയാണ് നമ്മളിവിടെ ഈ ഒരു ടെക്നിക്കുകളിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് പറയുന്നത് ഫോട്ടോ വെച്ചിട്ട് മീൻസ് ഒരു UV ലൈറ്റ് വെച്ചിട്ട് നമ്മളൊരു മാസ്ക്, അതുകൊണ്ടാണ് അത് ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. മാസ്കിൽ നമ്മൾ ഈ ഒരു ഏതാണോ പ്രൊഫൈൽ വേണ്ടത് ആ പ്രൊഫൈല് മാസ്കിൽ നമ്മൾ വരച്ചിട്ടുണ്ടാവും. മീൻസ് സ്ലോട്ടല്ല, ആക്ച്വലി അതിൽ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് ഈ ഒരു ഏരിയ ലൈറ്റ് കടന്നു പോകേണ്ട ഏരിയ, ബാക്കി ഏതാണോ റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ട ഏരിയ, ആ റിമൂവ് ചെയ്യേണ്ട ഏരിയ ആ പ്രൊഫൈൽ ആ മാസ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മാസ്ക് വെച്ചിട്ടാണ് ലൈറ്റ് അതിലൂടെ കടത്തി വിട്ടുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫിഗർ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാസ്കിൻ്റെ ഫിഗർ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ജസ്റ്റ് ഇതാണ് മാസ്ക് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, ഈ ഒരു പ്രൊഫൈലാണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ നോക്കുക, ഈ ഇരിക്കുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന ഏരിയയും ഈ യെല്ലോ കളറിൽ കാണുന്ന ഏരിയയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് നോക്കുക. ഈ യെല്ലോ കളർ ഏരിയയിലൂടെയാണ് ലൈറ്റ് ഇതിൽ പുറത്തേക്ക് വരുന്നുണ്ടാവുക. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ മാസ്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഒരിക്കലും നമ്മൾ ഇവിടെ റിമൂവ് ചെയ്ത് പോകരുത് എന്നുള്ളതും, ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്ന ഏരിയകൾ മാത്രമാണ് ഈ UV ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ അതിനെയാണ് നമ്മൾ ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് നമുക്ക് റോ മെറ്റീരിയൽ എന്താണ്? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേഫറുള്ള സൈസ്, വേഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ, ചെറിയ തിക്നെസ്സിലുള്ള ചെറിയൊരു ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ആ ഷീറ്റ് പോലത്തത്. ഓക്കെ, അപ്പോൾ ആ വേഫറിൽ നമുക്ക് ആ വേഫറിൻ്റെ മുകളിൽ ഒന്നില്ലേ നമുക്ക് ഒരു പ്രൊഫൈൽ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്താണോ കോട്ടിങ് കൊടുക്കേണ്ടത് കോട്ടിങ് കൊടുക്കാം. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ വേഫർ എടുത്തിട്ട് അതിലേക്ക് ഡോപ്പിംഗ് നമുക്ക് ചെയ്യാം. കാരണം ഈ ചിപ്പുകളെല്ലാം സെമി കണ്ടക്ടിങ് ഡിവൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ NPN ടൈപ്പ് എന്നുള്ള ഡോപ്പിംഗ് എല്ലാം ചെയ്താൽ മാത്രമേ സെമി കണ്ടക്ടർ ആവുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് അത് നമുക്ക് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകളിലും സിലിക്കൺ ആയിരിക്കും വേഫർ ഉണ്ടാവുക. അതിൻ്റെ കൂടെ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കോട്ടിംഗ് കൂടെ ഉണ്ടാവും. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകളിലും സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ളതെന്നുള്ള അറിവാണ്. ബേസിക്കലി ഞാൻ മെക്കാനിക്കലാണ്, ഇതുമായി എനിക്ക് കൂടുതൽ അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ സിലിക്കൺ വേഫർ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക ബേസ് മെറ്റീരിയലായിട്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് ആണ് കോട്ടിംഗ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിംഗ് കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണോ ഏത് രീതിയിലാണോ ഇവിടെ മൗസിൻ്റെ കേഴ്സർ നോക്കിയാൽ അറിയാം ഏത് രീതിയിലാണോ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതാണ് സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിംഗ് ഇരിക്കണത് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വരാൻ പാടില്ല എന്നും അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഒഴികെ ബാക്കിയെല്ലാം സിലിക്കൺ ഡയോക്സൈഡ് ഇരുന്നുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അങ്ങനെയല്ല, നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് ഇവിടെ എല്ലാം കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗമെല്ലാം നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് പാടില്ല എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ, ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ആണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്, അത് സിലിക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ പേരുകളെല്ലാം മാറിപ്പോയി, കൺഫ്യൂഷൻ ആവണ്ട. ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം കോട്ടിംഗ്, ഇതാണ് ഞാൻ പറഞ്ഞത് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കോട്ടിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. സിലിക്കൺ എടുത്തു, സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് ഫോട്ടോ റെസിസ്റ്റ് കോട്ടിംഗ് ആണ്. എന്തിനാണ് ഫോട്ടോ റെസിസ്റ്റ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ റെസിസ്റ്റ് കോട്ടിങ്ങിനെയാണ് ഈ ഫോട്ടോ റെസിസ്റ്റ് കോട്ടിങ്ങിൻ്റെ നമ്മൾ ആ UV ലൈറ്റ് വെച്ച് പ്രൊഫൈൽ വരച്ചിട്ട് ഏതൊക്കെ ഭാഗം നിൽക്കണമെന്നും ഏതൊക്കെ ഭാഗം റിമൂവ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇത് ഫോട്ടോ റെസിസ്റ്റ് കോട്ട് കൊടുത്തതിന് ശേഷം മാസ്ക് ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ ലൈറ്റിനെ ആ UV ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ മാസ്കിലെ പ്രൊഫൈൽ അനുസരിച്ച് ഈ ലൈറ്റിൽ ഏതൊക്കെ ഭാഗം ഫോട്ടോ റെസിസ്റ്റിൽ റിമൂവ് ആവണോ ആ ഭാഗങ്ങൾ റിമൂവ് ആയിട്ടുണ്ടാവും. ഇത് ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയലാണ്, ആ മെറ്റീരിയൽ പോളിമറാണ്, ആ പോളിമർ മെറ്റീരിയൽ ഇത് റിമൂവ് ആയിട്ടുണ്ടാവും. ഈ ഭാഗം ഒഴികെ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈൽ എനിക്ക് ഈ സിലിക്കൺ ഡയോക്സൈഡിലാണ് എനിക്ക് വരയ്ക്കേണ്ടത്. മീൻസ് ഇതാണ് സിലിക്കൺ വേഫർ, ഈ സിലിക്കൺ ഡയോക്സൈഡിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ആണ് ചെയ്യേണ്ടത്. ആ റിമൂവ് ചെയ്യാൻ ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ റെസിസ്റ്റ് ഒരു കോട്ടിങ്, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് പോലെയാണ്. കാരണം ഈ ഭാഗം എനിക്ക് റിമൂവ് ആവരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഭാഗം സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഈ ഭാഗമാണ് എനിക്ക് റിമൂവ് ആവേണ്ടത്. ക്ലിയർ ആണ്. അപ്പോൾ ആ സിലിക്കൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി എച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകും. എച്ചിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ തന്നെയുണ്ട്, ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ എടുത്തുതരാം, ജസ്റ്റ് പറഞ്ഞു പോവാം. ഒരു കെമിക്കലിൽ ഡിപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. അത് പ്ലാസ്മ എച്ചിങ്ങും ഉണ്ട്, കെമിക്കൽ എച്ചിങ്ങും ഉണ്ട്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കെമിക്കലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഗ്യാസ് കെമിക്കലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന കമ്പോണൻറ്റ് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിലൂടെ ഇത് മറഞ്ഞിരിക്കുന്ന അല്ലാതെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്തിരിക്കുന്ന സിലിക്കൺ ഡയോക്സൈഡ് കംപ്ലീറ്റ് അത് റിമൂവ് ചെയ്ത് പോകും എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ റിമൂവ് ചെയ്ത് പോയിട്ട് അതിനുശേഷം എടുക്കുന്ന പ്രൊഡക്റ്റിനെ ആ ഫോട്ടോ റെസിസ്റ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ആ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഡോപ്പിംഗ് ചെയ്യും. ഈ ഇരിക്കുന്ന ഏരിയ കണ്ടോ, അവിടെ ചെറിയ നമ്മൾ റിമൂവ് ചെയ്ത സിലിക്കൺ ഡയോക്സൈഡ് ഏരിയ ഇവിടെ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സെമി കണ്ടക്ടറായിട്ട് അത് മാറും. ഇത്രയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു പ്രഷർ സെൻസർ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ സെൻസർ ഉപയോഗിക്കണോ, ആ സെൻസറിൽ ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഗ്ലാസ് ആണ് വേഫറായിട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് അലുമിനിയം വെച്ചിട്ട് ആ രീതിയിൽ നമുക്കിത് ചെയ്യാം. അപ്പം നമുക്കിത് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ്. മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെയ്ത്ത് വെച്ചിട്ടോ, ലെയ്ത്ത് തന്നെ അല്ല വേറെ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് എന്ത് വേണമെങ്കിൽ വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് മൈക്രോ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ലിത്തോഗ്രാഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, ബേസിക് ഫോട്ടോ ലിത്തോഗ്രാഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. അടുത്തത് നമ്മുടെ സെക്കൻഡ് മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇതും അത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ എച്ചിങ്ങിന് മുന്നേ ആയിട്ട് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സിൽ ഈ എച്ചിങ്ങിന് മുന്നേ ആയിട്ട് ഇവിടെ നമ്മളൊരു ഗ്ലാസിൻ്റെ മുകളിൽ അലുമിനിയം കോട്ടിംഗ് കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്കൺ ഓക്സൈഡ് നമ്മൾ കോട്ടിംഗ് കൊടുത്തിരുന്നു. ആ സിലിക്കൺ ഓക്സൈഡ് കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ക്ലിയർ ഉണ്ടോ? CVD നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിലിക്കൺ മെറ്റീരിയൽസ്, സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ നൈട്രൈഡ് അല്ലെങ്കിൽ സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ പ്രൊഫൈൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എച്ചിങ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൊഫൈൽ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും റിമൂവൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രൊഫൈലിൽ തന്നെ കോട്ടിങ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ
സോ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന് പറയുക. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹീറ്റഡ് ചേമ്പർ എടുക്കുന്നു. ആ ഹീറ്റഡ് ചേമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ വേഫർ, സിലിക്കൺ വേഫർ ആണെന്നുണ്ടെങ്കിൽ ആ സിലിക്കൺ വേഫറിനെ ഇവിടെ സബ്സ്ട്രാറ്റ് എന്നുള്ള പേരിലാണ് പറയുന്നത്. ആ സിലിക്കൺ വേഫറിനെ നമ്മളിവിടെ വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്യാസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക്, റിയാക്റ്റൻറ്റ് ഗ്യാസസ് എന്ന് പറയും, ആ റിയാക്റ്റൻറ്റ് ഗ്യാസസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുകയും ഇതിൻ്റെ ഹീറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിനുള്ള റിയാക്ഷൻ ഉണ്ടാവുകയും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും ആ കൊടുത്തിരിക്കുന്ന 2 ഗ്യാസസാണ് നമ്മൾ ഇതിലേക്ക് സപ്ലൈ ചെയ്യുക. ആ ഗ്യാസിൽ നിന്ന് നമുക്ക് ഏതാണോ മെറ്റീരിയൽ വേണ്ടത് അത് അതിൽ നിന്ന് വേർതിരിച്ച് പുറത്തേക്ക് വരികയും അത് ഈ വേഫറിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവുകയും എത്ര ലെയർ ആണോ ആ ലെയറിലേക്ക് തിക്നെസ് ആണോ ആ തിക്നെസ്സിന് നമ്മൾ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷനിൽ പറയുന്നത്. ഓക്കെ, ഇത് 2 രീതിയിലാണ് നമ്മൾ മെംസിൽ ഉപയോഗിക്കുക. ഒന്ന് ലോ പ്രഷർ CVD എന്ന് പറയും, പിന്നൊന്ന് പ്ലാസ്മ എൻഹാൻസ്ഡ് CVD എന്ന് പറയും. ലോ പ്രഷർ CVD എന്ന് പറയുന്നത് 600 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ അതിനെ ലോ പ്രഷർ CVD എന്ന് പറയാറ്. അതിൽ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ യൂണിഫോം തിക്നെസ്സിൽ എല്ലാ ഭാഗത്തും അത് കോട്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള തിക്നെസ്സിൽ ഉണ്ടാവുകയും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ഈ സിലിക്കൺ ഡയോക്സൈഡ് വെച്ചിട്ടുള്ള നല്ല സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ലോ പ്രഷർ CVDയിൽ പറ്റും. പ്ലാസ്മ എൻഹാൻസ്ഡ് CVD എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ ഹീറ്റ് ചെയ്താൽ മതി. പ്ലാസ്മ ചേമ്പറിൻ്റെ ഉള്ളിലാണ് വെക്കുക. സോ ആ പ്ലാസ്മ റിയാക്ഷൻ മൂലം നമുക്ക് കൃത്യമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അതിനോട് സംഭവിക്കുകയും ഈ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ പ്ലാസ്മയിലൂടെ സംഭവിക്കുകയും അതിൽ നിന്ന് നമുക്ക് ആ ഏതാണോ മെറ്റീരിയൽ വേണ്ടത് അത് വേർതിരിച്ച് വന്ന് അതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നതാണ് പ്ലാസ്മ എൻഹാൻസ്ഡ് CVD. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള നമുക്ക് കോട്ടിങ് കിട്ടില്ല, നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള തിക്നെസ്സിലാണ് കോട്ടിങ് കിട്ടുക. പക്ഷേ ഈ 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹാംഫുൾ ഗ്യാസസ് പുറത്തേക്ക് വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റേ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പ്ലാസ്മ എൻഹാൻസ്ഡ് CVDയിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ അപ്ഗ്രേഡ് മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിഫോം തിക്നെസ് വരാനുള്ള ഒരുപാട് ആൾട്രേഷൻസ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ 2 ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ടറും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ റിയാക്ടറും പിന്നെ ഒന്ന് വെർട്ടിക്കൽ റിയാക്ടറുമാണ്. ഹൊറിസോണ്ടൽ റിയാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇതിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ വന്നിട്ട് നമുക്ക് റിയാക്ഷൻ കഴിഞ്ഞിട്ട് എന്താണോ ബൈ പ്രൊഡക്റ്റ് ആ ബൈ പ്രൊഡക്റ്റ് ഇതിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് ഹൊറിസോണ്ടൽ റിയാക്ടർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ റിയാക്ടർ ആണെങ്കിൽ താഴത്തൂടെ ഇത് മുകളിലേക്ക് വരികയും ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, നമുക്കൊരു തടസ്സം പോലെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ തട്ടി അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് അതിൻ്റെ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ഈ വേഫറിൽ ഉണ്ടാവുകയും ബാക്കിയുള്ള ബൈ പ്രൊഡക്റ്റ് പുറത്തേക്ക് ഈ ഒരു വഴിയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് വെർട്ടിക്കൽ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ റിയാക്ഷൻസ് ഇതിലേക്ക് നടത്താം അല്ലെങ്കിൽ എന്തൊക്കെ കോട്ടിങ് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിങ് CVDയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ സിലിക്കൺ ഡയോക്സൈഡ് കൊടുക്കുന്നത് സിലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലും ഗ്യാസസ് മെറ്റീരിയലും ഓക്സിജനും കൂടെയാണ് നമ്മൾ റിയാക്റ്റൻറ്റ് ഗ്യാസായിട്ട് ഉള്ളിലേക്ക് കടത്തി വിടുക. ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള റിയാക്ഷനിൽ സിലിക്കൺ ഡയോക്സൈഡ് നമ്മൾ അതിലെ കോട്ടിങ്ങിലേക്ക് പോകും. പുറത്തേക്ക് നമ്മൾ ഹൈഡ്രജനാണ് പുറത്തേക്ക് പോകുന്നത്, എക്സോസ്റ്റ് ഗ്യാസ് ആയിട്ട് പോകുന്നത്. സിലിക്കൺ നൈട്രൈഡ് കോട്ടിങ്ങിന് സിലേനും സിലിക്കൺ ടെട്രാക്ലോറൈഡും ഡൈക്ലോറോസിലേനും ആണ് നമ്മൾ റിയാക്റ്റൻസ് ആയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതിൽ നിന്ന് സിലിക്കൺ നൈട്രൈഡ്സ് നമുക്ക് കോട്ടിങ് എടുത്തിട്ട് ബാക്കിയുള്ള ഗ്യാസസ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അടുത്ത പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രിസ്റ്റലുള്ള സിലിക്കൺ കോട്ടിങ് സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സിലിക്കൺ തന്നെയല്ല വേറെ ഏതെങ്കിലും മുകളിൽ നമുക്ക് ഈ സിലിക്കൺ വേഫർ പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ കോട്ടിങ് കൊടുക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സിലൈൻ തന്നെയാണ്. സിലൈനെ ഹീറ്റ് ചെയ്യുമ്പോൾ സിലിക്കണും ഹൈഡ്രജനുമായിട്ട് വേർതിരിച്ച് വരും. ആ സിലിക്കൺ പോളിക്രിസ്റ്റലൈൻ സിലിക്കണ് അതിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ഞാൻ എടുത്തു തരാം. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ്.